എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവരി മലയിൽ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ പാലിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ പാലിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ, കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാറില്ലേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലേ, ദയയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ പാലിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ പാലിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ, മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ, കൃപയൊന്നു മാത്രം യേശുവേ. അങ്ങെ സ്നേഹിക്കുവാൻ അങ്ങെ സാക്ഷിക്കുവാൻ എന്നിലെന്തു തെല്ലുമില്ലേ. അങ്ങെ സ്നേഹിക്കുവാൻ അങ്ങെ സാക്ഷിക്കുവാൻ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. 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 കൃപയാൽ 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 അങ്ങനെ കൃപയൊന്നു മാത്രം കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. ഹല്ലേലൂയ ദാമാന റിഖാ രാജാ ഹിസ്ദാ രാജാ റിബാ രാജാ ബുഡാമാന റിഖാ രാജാ और हमारे तेरे वाले द्वारा मारे थे. हालेलुया 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 हालेलुया. ओ रिखारा रिखारा मारा मारे थे, रिखारा मारे थे, बारा बारा मारे थे, रिखारा मारे थे, बारा बारा राजा मारे थे, रिखारा मारे थे. ओ हालेलुया हालेलुया. കൃപയാലെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ദയയാലെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ആദിമുഖത്തിൽ ചെറിയ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവൻ അളവറ്റ കൃപയും ഹല്ലേലൂയ മുട്ടോളമല്ല അറിയോളമല്ല നീങ്ങിയിട്ടല്ലാതെ കിടപ്പാൻ കഴിയാത്ത ആത്മശക്തിയുടെ പ്രവാഹത്താൽ ഹല്ലേലൂയ ഇരിക്കുന്ന ഇടം മറന്ന് ആരാധിക്കുവാൻ ഹല്ലേലൂയ. അവൻ സർവശക്തന്റെ സാന്നിധ്യം രാത്രികാലം ഇവിടെ ഉള്ളതിനാൽ അവൻ അങ്ങേ സ്തുതിപ്പാൻ അങ്ങേ ആരാധിക്കുവാൻ അവൻ ഉള്ള തുറന്ന് ഹൃദയം തുറന്ന് ഹല്ലേലൂയ ചൂടബലബലബ ശബ്ദനാരികത അവൻ ജഡം ക്ഷയിച്ചാലും അവൻ അകത്തെ ആത്മാവിന്റെ ശക്തി ശക്തമായി ചൂടാമാന റിഖാമാന ചൂടാമാന ചൂടാമാന റിഖാമാന ശൈദാ രാജ ചൂടാമാന റീബാ രാജ ബൗഡാമാന അസേവേദ ശൈദാമാന ശക്തമായി. ഓ ഹല്ലേലൂയ 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 ചൂടാമാന റിഖാമാന അന്തകാല ശക്തി തകർത്ത്
രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഈ ലോകരാജ്യം അസ്തമിക്കാറാ, ആ ലോകരാജ്യം വേഗമിതാഗമിക്കാറാ. ഈ ലോകരാജ്യം അസ്തമിക്കാറാ, ആ ലോകരാജ്യം വേഗമിതാഗമിക്കാറാ. പാവമില്ല പരിശുദ്ധൻ താഴിടത്ത് വന്നു തന്നെ, പാവമില്ല പരിശുദ്ധൻ താഴിടത്ത് വന്നു തന്നെ. പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിരുന്നേ, പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിരുന്നേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, രേഖാമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, രേഖാമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഓ അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ ജ്വാലയാണ്, അന്ത്യകാലം പെന്തക്കോസ്തിൻ ജ്വാലയാണ്. ചന്തമോടെ സേവ ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാം, ചന്തമോടെ സേവ ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, രേഖാമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, രേഖാമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല നിർത്തിടാം. ഓ അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല നിർത്തിടാം. എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ, എത്ര നാളും രക്ഷകന്റെ. പുത്രനാത്മാവാലെ ശക്തിയായി വേല ചെല്ലാം, പുത്രനാത്മാവാലെ ശക്തിയായി വേല ചെല്ലാം. രേഖാമുണർന്നു രക്ഷകന്റെ വേല ചെയ്യും. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, രേഖാമുണർന്നു രക്ഷകന്റെ വേല ചെയ്യും. അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ ജ്വാലയാണ്, അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ ജ്വാലയാണ്. ചന്തമോടെ സേവ ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ, ചന്തമോടെ സേവ ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, രേഖാമുണർന്നു വിശുദ്ധിയോടെ ചെയ്യുവിൻ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, രേഖാമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അബ്രഹാം ഇസാക്ക് യാക്കോബ് എന്നീ വിശുദ്ധ രക്തനാളെ പാർത്തലം വിട്ട്. അബ്രഹാം ഇസാക്ക് യാക്കോബ് എന്നീ വിശുദ്ധ രക്തനാളെ പാർത്തലം വിട്ട്. കാത്തു കാത്തു നിന്നിടുന്ന സോദരാ നീ ഓർത്തിടുക, കാത്തു കാത്തു നിന്നിടുന്ന സോദരാ നീ ഓർത്തിടുക. പൂർത്തിയായി വേലനിത്തു പാർത്തലം വെടിഞ്ഞു, പൂർത്തിയായി വേലനിത്തു പാർത്തലം വെടിഞ്ഞു. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, രക്ഷകന്റെ വേല ചെയ്യും. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, രേഖാമുണർന്നു രക്ഷകന്റെ വേല ചെയ്യും. അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ ജ്വാലയാണ്, അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ ജ്വാലയാണ്. ചന്തമോടെ സേവ ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ, ചന്തമോടെ സേവ ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, രേഖാമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, രേഖാമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ഉന്നത വിളിക്കു യോഗ്യനെ, വിളിച്ചവന്റെ സന്നിധിയിൽ വിളിക്കു യോഗ്യനെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. മഞ്ഞിടത്തിൽ നിന്നെയോട് ഉന്നതം വെടിഞ്ഞു വന്ന, മഞ്ഞിടത്തിൽ നിന്നെയോട് ഉന്നതം വെടിഞ്ഞു വന്നു. വന്ധ്യരന്റെ വന്ധ്യപാദമെന്നു വന്നായി വർണ്ണിച്ചിടാം, വന്ധ്യരന്റെ വന്ധ്യപാദമെന്നു വന്നായി വർണ്ണിച്ചിടാം.
വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ ജ്വാലയാണ്, അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ ജ്വാലയാണ്. ചന്ദ്രമോട് സേവ ചെയ്താൽ സ്വന്തമാക്കി പോയി. ആലോകരാജ്യം വേഗമിതാഗമിക്കാറാ. പാവമില്ല പരിശുദ്ധൻ പാരിടത്ത് വന്നു തന്നെ, പാവമില്ല പരിശുദ്ധൻ പാരിടത്ത് വന്നു. പാവനമ ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ, പാവനമ ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ ജ്വാലയാണ്, അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ ജ്വാലയാണ്. ചന്ദ്രമോട് സേവ ചെയ്താൽ സ്വന്തമാക്കി പോയി, ചന്ദ്രമോട് സേവ ചെയ്താൽ സ്വന്തമാക്കി പോയി. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. മാത്രമേയുള്ളൂ നാം എത്ര വേഗം കൃത്യമായി വേല നിർത്തിടാം. അല്പകാലം മാത്രമേയുള്ളൂ നാം എത്ര വേഗം കൃത്യമായി വേല നിർത്തിടാം. ഓ എത്ര നാളെ വിളിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ, എത്ര നാളെ വിളിച്ചിടുമോ അത്ര നാളും രക്ഷകൻ. പുത്രനാളെ ശക്തിയാൽ നാളെ ശക്തിയാൽ Hallelujah, hallelujah, hallelujah. Oh, Jesus.
വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ തൂയരേ തൂയാവിയേ തൂയരേ തൂയാവിയേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ എന്നെ അൻപോട് സ്നേഹിപ്പാൻ എന്താണ് എന്നെ കണ്ടത് എന്നെ അൻപോട് സ്നേഹിപ്പാൻ എന്താണ് എന്നെ കണ്ടത് ചേറ്റ് കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു ചേറ്റ് കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു യോഗ്യത എന്നിൽ കണ്ടു ഇത്രമേൽ യോഗ്യത എന്നിൽ കണ്ടു ഇത്രമേൽ സ്നേഹിച്ചിടുവാ പൊൻകാരം നീട്ടിപ്പിടിച്ചു ചേറ്റ് കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു ഇത്രമേൽ സ്നേഹിച്ചിടുവാ Body
ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യനായി എന്നിൽ കണ്ടു. കിടന്നവരായ നമ്മെ ഓരോരുത്തരെയും തേടി വന്ന് നമ്മുടെ മാറോടണച്ച അവിടുത്തെ വൻകൃപകൾക്കായിട്ട് ഈ രാത്രികാലം നമുക്ക് അവനെ സ്തുതിക്കാം. കർത്താവ് നമ്മെ സ്നേഹിച്ച വിധങ്ങളെ ഈ രാത്രികാലം ഒന്നുകൂടി ഓർക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ. ഹല്ലേലൂയ. ഇത്രത്തോളം എന്നെ സ്നേഹിക്കുവാൻ കർത്താവേ, എന്താണ് നീ എന്നിൽ കണ്ടത്? ഇത്രത്തോളം എന്നെ മാനിക്കുവാൻ എന്താണ് കർത്താവേ നീ എന്നിൽ കണ്ടത്? ഒരു കഴിവുമില്ലാതിരുന്ന കർത്താവേ, ഒരു കുലമഹിമയുമില്ലാതിരുന്ന എന്നെ തേടി വരുവാൻ തക്കവണ്ണം എന്നോട് സ്നേഹിച്ച അൻപിനായി, എന്നോട് സ്നേഹിച്ച ദയക്കായി, എന്നോട് സ്നേഹിച്ച സ്നേഹത്തിനായി കർത്താവേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രികാലം നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നാഥൻ നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ ഒന്നുകൂടെ നമുക്ക് ഓർക്കാം. കാൽവരി കുരമരത്തിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തമൂറ്റി നമ്മെ വിലക്കി വാങ്ങിയ കർത്താവിന്റെ സ്നേഹത്തെ ഇന്ന് രാത്രികാലം ഒന്നും കൂടെ ഓർക്കുവാൻ, ഭാവികളും ദോഷികളുമായിരുന്നു നമ്മെ ഓരോരുത്തരെയും തേടി വരുവാൻ തക്കവണ്ണം നമ്മോട് മനസ്സരിവ് കാണിച്ച കർത്താവിന്റെ കൃപകളെ ഓർക്കുവാൻ ഈ രാത്രികാലം നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവകരങ്ങളിലേക്ക് ഈ രാത്രികാലം നമ്മെ തന്നെ സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കുമ്പോൾ രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനായിട്ട് സ്വസഹോദരിയും ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ചാട്ട്. Praise the Lord. Hallelujah, hallelujah. Jesus. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഉടരമനകതല ബൗഡമനകതല ശംബരമനകരാതലമ. ഓ ഹല്ലേലൂയ. ഉടരമനകതല ബൗഡമനകതല ശംബരാതലമ. ദൈവമേ, ഹല്ലേലൂയ. ജൂഡബനരിക ബലഗദര ബൗഡബനഗദരാദികക്ഷര. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ുടമനരികബലകതരബൗഡമനാദര പ്രാർത്ഥിക്കുന്നപ്പ. ആമേൻ.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ജീസസ്. ഉടരമനകതലവ ഉടമനകരാതലവ. ആമേൻ. ഹല്ലേലൂയ. Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം സ്തോത്രം. സ്തോത്രം. നല്ല സങ്കീർത്തനത്തെ ദൈവം നൽകി തരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. അതിലൂടെ ഞങ്ങൾക്ക് വേണ്ടുന്ന ആത്മീയ വചനം ഘോഷിപ്പാൻ തന്റെ ഭൃത്യനെ ദൈവം ബലപ്പെടുത്തുമാറാണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ഏതാത്മാവിനാൽ വചനം എഴുതിയിരിക്കുന്നു, അതേ ആത്മാവിനാൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കർത്താവേ ഇന്ന് രാത്രികാലം ഞങ്ങൾ ഓരോരുത്തരോട് ഇടപെടുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം സ്തോത്രം. രാത്രികാലം കടന്നു വന്നിരിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇന്ന് രാത്രികാലം ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ കടന്നു വന്നിരിക്കുന്നില്ല കർത്താവ്, ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചു കർത്താവ്, ഇരട്ടി സന്തോഷത്തോടെ കർത്താവ് ഭവനത്തിൽ മടങ്ങി പോവാൻ ഇടയാക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ കർത്താവ് അതിവേഗം പാഞ്ഞുവെല്ലാം നിന്റെ അപ്പച്ചന്റെ വചനം വഹിച്ചു കർത്താവ് ഇന്ന് രാത്രികാലം കർത്താവ് പൂർണ്ണ സൗഖ്യവും വിടുതലും ദൈവം നൽകി കൊടുക്കുമാറാണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. രാത്രികാലം നല്ല സാക്ഷ്യങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സാക്ഷി ഉളവാക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന്. അല്പസമയം കൂടെ അങ്ങയുടെ പാദപെടുത്ത് ഞങ്ങൾ ആയിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമാക്കി തീർക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. മാനവമഹത്വം എൻ്റെ യേശുപ്പച്ചൻ സമർപ്പിക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് ആജീവം വെച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏതോ നിൽക്കെടുത്ത് മറളണമേ. ആമേൻ. ഹല്ലേലൂയ. രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി 115 സങ്കീർത്തന വാക്യം പ്രതിവാക്യമായി വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 115, 115 സങ്കീർത്തനം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തത നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. നമ്മുടെ ദൈവം സ്വർഗത്തിനുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നുമില്ല. ഇസ്രായേലേ, യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പീൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അവനെ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. മരിച്ചവരും മൗനത ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നും വരുന്നേക്കും യഹോവയെ വാഴ്ത്തും, യഹോവയെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് താണിരിക്കാം. ഈ രാത്രികാലവും അരുമനാഥൻ വാഗ്ദത്ത പ്രകാരം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. നിരാശയോടെ ആയിരിക്കുന്നവർക്ക് ആശ്വാസം പകരുവാൻ, ഹല്ലേലൂയ, ആമേൻ, വിടുതലില്ലാതിരിക്കുന്ന വിഷയങ്ങൾക്ക് വിടുതൽ തരുവാൻ കഴിവുള്ളവനായ നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യേ നിറഞ്ഞു നിൽക്കിയാൽ നമ്മുടെ ശൂന്യതകളെ, നമ്മുടെ വരൾച്ചകളെ മാറ്റുന്ന കർത്താവ്, ആമേൻ, മരുഭൂമിയെ ഏതിനെ പോലെ ആക്കി തീർക്കുവാൻ കഴിവുള്ളവനായ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ആകയാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. കേട്ടത് 115 സങ്കീർത്തനം. പല പ്രാവശ്യം ഞാൻ തന്നെ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ഇന്നൊരു പുതിയ ആലോചന കർത്താവ് ഇതിൽ കൂടെ നൽകിത്തരും. സ്തോത്രം. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു, പഴയതെല്ലാം
കഴിഞ്ഞുപോയി. സ്തോത്രം. പുതിയതൊന്ന് നൽകി തരുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യയുണ്ട്. സ്തോത്രം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. സ്തോത്രം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ ആമേൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ബലമുള്ള ഗോപുരമായ യഹോവയുടെ അടുക്കലേക്ക്. സ്തോത്രം. പഴയ കാലത്ത് സങ്കേത നഗരങ്ങളൊക്കെയും ആമേൻ സ്തോത്രം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. സ്തോത്രം. ആരെങ്കിലും അബദ്ധവശാൽ എന്തെങ്കിലും പാപം ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കുന്നതിൽ നിന്ന് അവൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സങ്കേത നഗരങ്ങളിൽ ഓടിച്ചെന്ന് കയറി അവിടെ അഭയം പ്രാപിക്കണം. സങ്കേത നഗരത്തിൽ അഭയം പ്രാപിക്കുന്നവന് പിന്നെ ആർക്ക് കൊല്ലാൻ കഴിയത്തില്ല. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. നല്ല സങ്കേതമായ, നല്ല ബലമായ, നല്ല കോട്ടയായ യേശുവിൻ്റെ അടുക്കിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു. ദീർഘക്ഷമയും മഹാദയമുള്ളവനായ ദൈവം നമ്മുടെ മധ്യേ ഇന്ന് രാത്രികാലം കടന്നുണ്ട്. 103-ാം സങ്കീർത്തൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളത് വായിച്ചാട്ട്. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയമുള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഭർഷിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ. എന്തിനാണ് അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നത്? ആമീൻ. സ്തോത്രം. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുക. കാരണം എന്താ? സ്തോത്രം. അവൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവ ദൈവത്തിൻ്റെ ജനമാണ് നാം ഓരോരുത്തരും. സ്തോത്രം. നാം പാപത്തിലായാൽ ആമേൻ ഹല്ലേലൂയ അവനറിയാം അതിൻ്റെ ആമേൻ ശമ്പളം മരണമാണ്. സ്തോത്രം. നിത്യമരണത്തിൽ നമ്മെ അകപ്പെടാതെ നമ്മെ സൂക്ഷിച്ചാൽ അതിൻ്റെ മഹത്വമാർക്കാം. പ്രൈസ് ലോർഡ്. നാം പാപം ചെയ്യാതിരുന്നാൽ അതിൻ്റെ മഹത്വമാർക്കാം. പ്രൈസ് ലോർഡ്. നമ്മുടെ ദൈവത്തിനാണ്. സ്തോത്രം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം. ആമേൻ. 103-ന്റെ 17 വായിച്ചാട്ട് സഹോദരി. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. യഹോവയുടെ ദയ തൻ്റെ ഭക്തന്മാർക്ക് മാത്രമല്ല, സ്തോത്രം, അവൻ്റെ നീതി അവരുടെ മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. അവൻ്റെ ഭക്തന്മാരായി ഇന്ന് രാത്രികാലം ആമേൻ ഭക്തനെ യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചേക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരുടെയും ആമേൻ നടുവിലായിരിക്കാൻ ഒരു ഭക്തന് കഴിയത്തില്ല. സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമേൻ. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അവൻ വേർപെട്ടിരിക്കേണ്ട അനേക കാര്യങ്ങളുണ്ട്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതിനെല്ലാം അവൻ വേർപെട്ടിരിക്കണം. ഭക്തൻ സംസാരിക്കേണ്ട ഒരു വിധമുണ്ട്, അതുപോലെ ഭക്തൻ സംസാരിക്കാവൂ. സ്തോത്രം. ഭക്തൻ നോക്കേണ്ട വിധത്തിലേ നോക്കാവൂ. ഭക്തൻ വസ്ത്രധാരണം ചെയ്യേണ്ട വിധത്തിലെ വസ്ത്രധാരണം ചെയ്യാവൂ. ഭക്തൻ നടക്കേണ്ട വിധത്തിലെ നടക്കാവൂ. സ്തോത്രം. അതിനുവേണ്ടിയാണ് ദൈവം അവനെ വേർതിരിച്ചിരിക്കുന്നത്. സ്തോത്രം. സങ്കീർത്തനം 33-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായിരിക്കുന്ന ജനവും ഭാഗ്യമുള്ളവരുടെ പട്ടികയിൽ നമ്മെ കർത്താവ് ചേർത്തിരിക്കാൻ നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം.
പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നാം ഭക്തന്മാരാണ്. നമ്മെ വിളിക്കുന്നത് എന്താണ്? വിശ്വാസി എന്നാണ്. നമ്മെ വിളിക്കുന്നത് എന്താണ്? പെന്തക്കോസ്തുകാരൻ എന്നാണ്. സ്തോത്രം. നമ്മെ വിളിക്കുന്നത് യേശുവിൻ്റെ പ്രിയ മക്കളെന്നാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. മക്കളെങ്കിൽ അവകാശികളുമാകുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഭക്തൻ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ഭക്തന്റെ ജീവിതത്തിൽ കഷ്ടത വരും. പ്രൈസ് ലോർഡ്. പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, നെടുവീർപ്പുകൾ ഉണ്ടാകും. ഹല്ലേലൂയ. എന്ത് ചെയ്യണം, എങ്ങനെ മറുപടി പറയണമെന്ന്, മറ്റുള്ളവരോട് മറുപടി പറയണമെന്ന് അറിയാത്ത അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകും. പ്രൈസ് ലോർഡ്. അപ്പോഴെന്ത് ഭക്തൻ എന്ത് ചെയ്യും? സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനം 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അത് വായിച്ചാട്ട്. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ ഭയത്തിലെ നീ യഥാർത്ഥ പെന്തക്കോസ്തുകാരനായി, യഥാർത്ഥ വിശ്വാസിയായി, യഥാർത്ഥ ഭക്തനായി ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് കടന്ന് എന്ന് നിലവിളിക്കുവാൻ തയ്യാറായാൽ, നീ യാത്ര ചെയ്യുമ്പോൾ, നീ ജോലി ചെയ്യുമ്പോൾ, നിന്റെ വിഷയത്തെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ സമർപ്പിക്കുവാൻ നീ തയ്യാറായാൽ, ഹല്ലേലൂയ, നിന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ഓ, അല്പമെങ്കിലും നിന്റെ ഹൃദയം വിഷയത്തിന്മേൽ നുറുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഭയത്തിലെ നിന്റെ വിഷയത്തിന്മേൽ ഇറങ്ങി വന്ന് നിന്നെ വിടുവിപ്പാൻ കഴിവുള്ളവനായ ദൈവമാണ് എൻ്റെയും നിന്റെയും ദൈവം. സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. വിശ്വാസിയെ, ആമേൻ, നിനക്ക് വേണ്ടി ചെങ്കടൽ വിഭാഗിക്കപ്പെടുമ്പോൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ്റെ ദൈവം വിശ്വസ്തതയും നിമിത്തം അവൻ്റെ നാമം മഹിമപ്പെടുവാനിടയാകും. നീ ജാതികളുടെ ഇടയിൽ നിന്നായിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ഇപ്പോഴത്തെ കാര്യം നീ ഓർക്കേണ്ട. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴത്തേതുപോലല്ല ദൈവം നിന്നെ ആക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. ഇതെല്ലാം നിന്റെ മുമ്പിൽ വരുവാൻ പോകുന്ന വിശാലതയുടെ തുടക്കം മാത്രമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്പം കഷ്ടത നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ മറ്റുള്ളവരോട് എങ്ങനെ മറുപടി പറയും, എങ്ങനെ അവരെ ആശ്വസിപ്പിക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പൈതല് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. അവൻ നിനക്ക് വേണ്ടി ചെങ്കടലിനെ വിഭാഗിക്കും. കലങ്ങി മറിഞ്ഞു വരുന്ന ആമേൻ, സ്തോത്രം, യോർദാനെ നിനക്ക് വേണ്ടി ആക്കുവാൻ തക്കവണ്ണം നിന്റെ ഇവൻ്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് സംഭവിക്കുമ്പോൾ നീ ഒരു പെന്തക്കോസ്തുകാരൻ ആകൊണ്ട്, നീ ഒരു വിശ്വാസിയാകൊണ്ട് ദൈവത്തിൻ്റെ നാമം, യേശുവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. യാതൊരു ചാൻസും ഇല്ലാതെ നിന്റെ വിസ സ്റ്റാമ്പ് ചെയ്യുവാൻ യാതൊരു വിധമായ ചാൻസും ഇല്ലാതിരിക്കുന്ന സമയത്ത് നിന്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് ഈ ദേശത്തിൻ്റെ ആമേൻ, സ്തോത്രമാലി ഭരണാധികാരികൾ അതിൻ്റെ കയ്യിൽ തരുമ്പോൾ ആരുടെ നാമമാണ് മഹത്വപ്പെടുന്നത്? നീ വിളിച്ചപേക്ഷിക്കുന്ന നിന്റെ ദൈവത്തിൻ്റെ നാമമാണ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ ദൈവസന്നിധിയെ പ്രാർത്ഥിച്ച് നിന്റെ വിഷയത്തിന്മേൽ ദൈവം മറുപടി അയക്കുമ്പോൾ അത്യുന്നതന്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. നീ ബുദ്ധിമുട്ടോട് ദൈവത്തിൻ്റെ സന്നിധിയെ നിനക്ക് ലഭിക്കുന്നത് ഒരറ്റവും എത്തുവാൻ കഴിയാത്ത വിധത്തിൽ ഭാരപ്പെടുമ്പോൾ നാളത്തെ കാര്യം എന്തിനു ചെയ്യും? പെട്രോൾ അടിക്കുവാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല കർത്താവേ എന്ന് നീ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, നാളത്തെ ആഹാരത്തിനുള്ള വകയ്ക്ക് വേണ്ടി നീ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തലമുറയുടെ വിഷയത്തിൽ നീ എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെടുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. സർവശക്തൻ. ഹല്ലേലൂയ.
ഉടരമലകതരകശമനകരാധകല ബഹുടമനരികമനാദരവ. ഈ കഷ്ടവും ഈ ദുഃഖവും ഈ ഞെരുക്കവും ഈ നെടുവീർപ്പും ഒന്നും അധിക കാലം നീണ്ടുപോകയില്ല. കർത്താവ് ഇതിന് അറുതി വെച്ചിട്ടുണ്ട്. കർത്താവ് ഇതിന് അവസാനം വെച്ചിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് നിനക്കൊരു വിടുതൽ വെച്ചിട്ടുണ്ട്. ആമേ, നീ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ആണ് ഈ കാര്യങ്ങളൊക്കെയും സംഭവിക്കുന്നു എന്നുള്ള കാര്യം നീ മറന്നു പോകണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആഴ്ചയിൽ നീ ഒരു ദിവസമാണ് ഉപവസിക്കുന്നതെങ്കിൽ നീ 2 ദിവസം ഉപവസിച്ചോണം. ആമേൻ. സ്തോത്രം. മാസത്തിൽ നീ 3 ദിവസമാണ് ഉപവസിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, നീ അതിൻ്റെ അളവ് കൂട്ടണം. ഹല്ലേലൂയ. പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ എത്രത്തോളം കർത്താവിനോട് അടുക്കുവാൻ കഴിയുമോ അത്രത്തോളം കർത്താവിനോട് നാം അടുത്ത് ചെല്ലണം. സ്തോത്രം. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അരുളിച്ചെയ്തവനായ കർത്താവ് ഇന്ന് രാത്രികാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിനക്ക് ലഭിക്കുന്ന വിടുതലുകൾ ജാതികൾ കാണുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതലേ ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ദൈവം നിനക്ക് സൗഖ്യം തരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകും. അടിപ്പിണരാളുടെ സൗഖ്യം പ്രാപിച്ച് ആമേൻ ദൈവത്തെ നീ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ നാമമാണ് മഹത്വമെടുക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അവൻ ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കും, താമ്ര കഥകളെ തകർക്കും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം പുതുവഴി തുറന്നു തന്ന് നിന്നെ മാനിക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരണമേ എന്ന് നാം പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിൻ്റെ പൈതലേ, നിനക്ക് ആമേൻ ലഭിക്കുന്ന വിടുതൽ കണ്ട് ജാതികൾ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. പക്ഷെങ്കിൽ നീ ഒരു വിശ്വാസിയായി അവരുടെ മധ്യേ കാണണം. സ്തോത്രം. നിന്നെ കാണുന്നവർ പറയരുത് സ്തോത്രം, ദാ ഒരു പെന്തക്കോസുകാരൻ പോകുന്നെന്ന്. സ്തോത്രം. ആരാധനയുള്ള ദിവസം ഹല്ലേലൂയ നീ ലൂലൂയി കറങ്ങി നടക്കുമ്പോൾ നിന്നെ നോക്കി ആമേൻ സ്തോത്രം മറ്റ് സമുദായത്തിൽപ്പെട്ടവർ ജാതികളായവർ പറയരുത് ആരാധന കളഞ്ഞിട്ട് വേണ്ടതാണ് കറങ്ങി നടക്കുന്നു ഒരു പെന്തക്കോസുകാരനെന്ന്. സ്തോത്രം. ആരാധന കളഞ്ഞ് ചീട്ടുകളിക്കാരുടെ കൂട്ടത്തിലിരുന്ന് കുടുക്കിടുമ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവർ നിന്നെ കുറിച്ച് പറയും അതാ ഒരു പെന്തക്കോസുകാരനെന്ന്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലേ, നമുക്ക് ചുറ്റും സ്തോത്രം ഹല്ലേലൂയ നമ്മെ തുറിച്ചു നോക്കുന്ന ചില കണ്ണുകളുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. സ്തോത്രം. ഓ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും ഉള്ളത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്. ദൈവത്തിൻ്റെ പൈതലേ, അവസരമുണ്ടായിട്ടും ആരാധന മുടക്കി നാം ഭവനത്തിലോ മറ്റുള്ള കാര്യങ്ങൾക്കോ ആമേൻ തിരിഞ്ഞു പോകുമ്പോൾ ദുഃഖിക്കുന്ന ആരാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്. ആമേൻ. സ്തോത്രം. ആമേൻ. വാഗ്ദത്ത നാളിലേക്ക് നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. 115 സങ്കീർത്തനത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. ഇസ്രായേലേ യഹോവയിൽ ആശ്രയിക്കാം, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അഹരോൻ ഗൃഹമേ യഹോവയിൽ ആശ്രയിക്കാം, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സഹായമായി നമ്മുടെ പരിചയമായി സ്തോത്രം ഒരുവനുണ്ട്. നാം അവനിൽ ആശ്രയം വയ്ക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആശ്രയം യേശുവിൽ എന്ന ദീന ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ.
ആശ്വാസമെന്നിൽ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും പാണിയാൽ പാടുള്ള പാണിയാൽ കരുണാ നിറഞ്ഞവൻ കാക്കുമെന്നേ കാക്കുമെന്നേ. കാരീരും പാണിയാൽ പാടുള്ള പാണിയാൽ കരുണാ നിറഞ്ഞവൻ കാക്കുമെന്നേ കാക്കുമെന്നേ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നെ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. കൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊതുങ്ങിയില്ല. കൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊതുങ്ങിയില്ല. മൃത്യുവെന്നവൻ അത്യുന്നതൻ പിന്നെ കർത്താരി കർത്താവായി വാഴുന്നവേ വാഴുന്നവേ. മൃത്യുവെന്നവൻ അത്യുന്നതൻ പിന്നെ കർത്താരി കർത്താവായി വാഴുന്നവേ വാഴുന്നവേ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. Praise the Lord. Hallelujah. യേശുവിൽ ആശ്രയിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും അവൻ യോഗ്യനാക്കി തീർത്തനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കൂരിൽ മൂടുന്ന വേളകളിൽ ഹല്ലേലൂയ, കാർമേഘം വന്ന് നമ്മെ മൂടുമ്പോൾ ഹല്ലേലൂയ, ഒരിറ്റാശ്വാസത്തിന് പോലും ആമേൻ ആരുമില്ലാതിരിക്കുമ്പോൾ നമുക്ക് ആശ്വാസം പകരുന്ന ഒരു യേശുവുണ്ട്. നമ്മുടെ വിഷയത്തിന്മേലൊക്കെയും എന്ത് ചെയ്യുമെന്ന് സ്തോത്രം നാം അമ്പരന്ന് നിൽക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഈ സംഗീതത്തിന്റെ ഭാഗം താഴോട്ട് വായിച്ചാട്ടെ. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും, അവൻ അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും. നീ ഒരു യഥാർത്ഥ ഇസ്രായേലാണെങ്കിൽ സ്തോത്രം, നീ ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ, നീ യഥാർത്ഥ പെന്തക്കോസ്തുകാരനാണെങ്കിൽ നിശ്ചയമായും ദൈവം നിന്നെയും എന്നെയും അനുഗ്രഹിക്കും. താഴ്ത്തു വായിച്ചാട്ട്. അവൻ അഹ്റോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹ്റോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. നീ കർത്താവ് വിളിച്ചു വേർതിരിക്കപ്പെട്ട പുരോഹിത വർഗമാണെങ്കിൽ സ്തോത്രം, നിന്നെ നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കും. വായിച്ചാട്ട്. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആകയാൽ നമ്മുടെ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. സ്തോത്രം. അവനെ സ്തുതിപ്പാൻ, അവനെ വാഴ്ത്തുവാൻ, മരിച്ചവരും അവനതയിൽ ഇരിക്കുന്നവരും ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ളവരായ നാം ജീവനോട് നമ്മുടെ കർത്താവിനെ വാഴ്ത്തുവാൻ ഈ പകൽ രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാം. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രിയ
സിജോ ബ്രദർ ചില ദിവസങ്ങളിൽ നാട്ടിലായിരുന്നു. അവൻ സമാധാനത്തോടെ മടങ്ങി വരുവാൻ നിൽക്കണം കർത്താവ് ഇടയാക്കിയല്ലോ. അതുപോലെ തന്നെ മോന് നമ്മുടെ പ്രദേശത്തായിരുന്നു, വീണ്ടും മടങ്ങി വന്ന് നമ്മോടൊപ്പം കൂട്ടായ്മയായിരിക്കാൻ കർത്താവ് അതിനെ സഹായിച്ചതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പിന്നെ മുതൽ ആമേൻ UK കടന്നുപോയി സമാധാനത്തോടെ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയാക്കിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമീൻ. ജെയ്സൺ ബ്രദറിൻ്റെ പിതാവിന് ആമീൻ സ്തോത്രം നാളെ 5+ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ സക്സസ് ആയിത്തീരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പ്രിയ സാജബ്രദറിൻ്റെ മാതാവ് സ്തോത്രം ഹല്ലേലൂയ പൂർണ്ണമായൊരു വിടുതൽ മാതാവിന് കർത്താവ് കൊടുക്കേണ്ടതിനായി മൈലുകൾക്ക് നാം പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകുന്ന ദൈവത്തിൻ്റെ കരം ആമീൻ ആ പിതാവിൻ്റെ മേലും മാതാവിൻ്റെ മേലും കർത്താവ് നീട്ടേണ്ടതിനായിട്ട് ആമീൻ സൗഖ്യമില്ലാതിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കേണ്ടതിനായി നാം കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആമീൻ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം പറയുവാൻ ആമീൻ കഴിയാതിരുന്ന പ്രിയപ്പെട്ടവർക്ക് ആദ്യം എഴുന്നേറ്റ് തങ്ങളുടെ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കുവാനുള്ള സമയമുണ്ട്. അതിനുശേഷം ആമേൻ ബാക്കിയുള്ളവർ സമയത്തെ ഉപയോഗിക്കണമെന്ന് പ്രത്യേക ഓർമ്മ. കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നാട്ടെ. How high the mountains I could not climb. In desperation I turned to heaven and spoke your name into the night. Then through the darkness, your loving kindness tore to the shadows of my soul. The work is finished, the end is written. Jesus Christ, my living hope. Who could imagine so great a mercy? What heart could fathom such boundless grace? The God of ages stepped up from glory to wear my sins and bear my shame. The cross has spoken, I am forgiven. The King of Kings calls me his own. Beautiful Savior, I'm yours forever. Jesus Christ, my living hope. Hallelujah, praise the one who set me free. Hallelujah, death has lost its grip on me. You have broken every chain. There's salvation in my name. Jesus Christ, my living hope. Hallelujah, praise the Lord who set me free. Hallelujah, death has lost its grip on me. You have broken every chain. There's salvation in my name. Jesus Christ, my living hope. Praise Lord. Ask and will be given to you. Seek and you will find it. Knock and will be open to you. Matthew 7:7. And praise the Lord, I thank you for giving me an opportunity to tell this memory verse. Matthew 12:35. The good person out of his good treasure brings forth good, and the evil person out of his evil treasure brings forth evil. Amen. Praise the Lord. I will delight in your statutes. I will not forget your word. Psalms 119, word 16. Please pray for me and my family. ആമേൻ. Bless you, Amma. Thank you, Lord, for a wonderful day. Thank you, Lord, for helping me. Ask and I will receive, that your
joy may be full. John 16 verse 24. Please pray for me and my parents. Praise Lord. Praise the Lord. And Jesus answered him, It is said, You shall not put the Lord your God to the test. Luke 4 verses 12. Please pray for me and my family. Amen. Luke 4 verse 12. And Jesus answered him, It is said, You shall not put the Lord your God to the test. Praise the Lord. Revelation 1 verse 8. I am Alpha and Omega, beginning and the end, said the Lord, which is and which was, and which is to the Lord. Amen. Romans 8 verse 31. If God is with us, who can be against us? This coming Sunday, my exams are coming. Kindly please pray for me and my family. ആമേൻ. പൈതലിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അവിടെ എക്സാമൊക്കെ തുടങ്ങിയാണല്ലോ. കർത്താവ് സ്വർഗീയ ജ്ഞാനവും ബുദ്ധിയും കൊടുക്കേണ്ടതിനായി, അനുഗ്രഹിക്കപ്പെട്ട മാർക്ക് സ്കോർ ചെയ്യുവാനുള്ള കൃപ പൈതലിന് കർത്താവ് കൊടുക്കേണ്ടതിനായി കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ജീസസ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞല്ലോ. പറഞ്ഞു. Praise the Lord. Blessed is he who comes in the name of the Lord. Psalms 118 verse 26. Praise the Lord. May the Lord answer you in today's trouble. Please pray for me and my family. Praise the Lord. Praise the Lord. മറന്നുപോയി. സ്റ്റാർട്ടിങ് കൊടുക്കുക. ഏത് വാക്യം? മോനെ ഏത് വാക്യം കൊടുത്തിരുന്നേ? Believe in the Lord Jesus Christ, you will be saved. ആമേൻ. 1,000 may fall at your side, 10,000 may at your right hand, but it shall not come near you. Psalms 91 verse 7. Praise the Lord. I can do all things through Christ who strengthens me. Amen. Please pray for me and my family. Amen. If you ask anything in my name, I will do it. John 14 verse 14. Amen. Praise the Lord. Romans 13 verses 12. The night is far gone and the day is at hand, so let us cast off the works of darkness and put on the armor of light. Praise the Lord. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൂരസഞ്ചാരത്തുമാരി കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ ദുഷ്ടതലമുറയിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി, അഭിഷക്തരായി, കർത്താവിന് വേണ്ടി ശോഭിക്കുന്നവരായി, ആരോഗ്യവും ബലമുള്ളവരായി, സ്വർഗീയജ്ഞാനമുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് ശക്തീകരിക്കേണ്ടതിനായിട്ട് നമുക്ക് കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ജീസസ്. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യം പറയാനുള്ളവർ പെട്ടെന്ന്. ആമേൻ. ആരു പറഞ്ഞാലും ഞാനേകനാകുമോ, ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ, ആരു പറഞ്ഞാലും ഞാനേകനാകുമോ, ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ, ആടിയിന്നോളങ്ങൾ ആർത്തിരമ്പിടുമ്പോൾ നാലാം യാമത്തിൽ നീ വന്നിരുന്നില്ലെങ്കിൽ
കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ? ആഴിയിന്നോളങ്ങൾ ആർത്തിരമ്പിടുമ്പോൾ നാലാം യാമത്തിൽ നീ വന്നിരുന്നില്ലെങ്കിൽ പണ്ടു തന്നെ തകർന്നു പോയേനെ ഞാൻ, പണ്ടു തന്നെ വാടി വീണേനെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട സംഗീതത്തെ കർത്താവ് നൽകിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തയും നിമിത്തം നിന്റെ നാമത്തിന് മഹത്വം പെരുമാറാകണമേ. ഇന്ന് രാത്രി കാലം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന വിടുതലുകൾ മറ്റുള്ളവർ കാണുമ്പോൾ കർത്താവിൻ്റെ നാമത്തിന് മഹത്വം വരുവാൻ ഇടയാകേണ്ടതിനായിട്ട് നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് ഈ രാത്രി കാലം കേൾക്കുവാനിടയായല്ലോ. നമുക്കവനിൽ വിശ്രയിക്കാം, നമുക്കവനിൽ ആശ്രയിക്കാം, അവൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികളെ കർത്താവ് എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യാം. ദൈവസേനയിൽ പുതിയ തീരുമാനമെടുപ്പാൻ തക്കവണ്ണം പ്രിയാജീവന് കർത്താവ് കൃപ കൊടുത്തതിനായിട്ട് കർത്താവിൻ്റെ വചനവുമായി ഇറങ്ങുവാൻ അനേകരെ കർത്താവിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം ആമേ കൃപ കൊടുക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സുജോബിൻ്റെയും ബദലബിൻ്റെയും വിഷയത്തിന്മേലൊക്കെയും കർത്താവ് നടകൊള്ളുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ അർപ്പിക്കപ്പെട്ട സ്തോത്രകാഴ്ചയ്ക്കായ ദശാംശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അമൃതക്കുലിക്ക് വലിയൊരളവിൽ കർത്താവ് മടി കൊടുത്തെല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായി കർത്താവിന് വേണ്ടി അധികമായി ചിലവാകുവാൻ പിന്നെ സഹായിക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള വചന ശുശ്രൂഷയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അജേഷ് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സാക്ഷിവാചകങ്ങൾ കൂടി കർത്താവെ കേട്ട എല്ലാ കർത്താവ് വിഷയങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. കൊടുത്ത സൗഖ്യങ്ങൾക്കായി സ്തോത്രം രോഗികളായിരിക്കുന്ന ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ കർത്താവെ. അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ. കടന്നു വന്ന എല്ലാ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ജീൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവെ. ഹല്ലേലൂയ എന്ന് സമർപ്പിച്ചല്ലോ കർത്താവെ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവെ. കർത്താവിൻ്റെ വചനം പഠിക്കുവാനും കർത്താവിൻ്റെ വയൽ അധ്വാനിക്കുവാനൊക്കെ നിരദാസിനെ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ഒരു കുടുംബമായി കർത്താവ് മിഷണറി കുടുംബമാക്കി മാറ്റണമേ കർത്താവെ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവെ. സ്വാർത്ഥ പരിപാടിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവ്. നിന്റെ കരങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ഞങ്ങളുടെ എല്ലാ ഞെരുക്കങ്ങളും കർത്താവ് മാറ്റണമേ കർത്താവെ. ഒരു വിശാലതയിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകണമെന്ന് അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവെ. ഹല്ലേലൂയ. ഹാലനുദാസിലൂടെ കർത്താവെ കേൾക്കുന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കേൾക്കുന്ന വചനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ആത്മാവിന്റെ വചനങ്ങൾ കർത്താവെ ജീവനും ചൈതന്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ ദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. വചനത്തിന് ആഴങ്ങളിലേക്ക് ഇറക്കണമേ കർത്താവെ. വചനത്തിന്റെ വർമ്മങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. കടന്നു വന്ന ജനത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. അടിയനെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനവ മഹത്വം എടുത്തതിനായി സ്തോത്രം. നിലവിലെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ വീണ്ടും നമുക്ക് ദൈവസന്നിധാനത്താണിരിക്കാം. മഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ.
നമ്മെ വിളിച്ചവൻ ഉണ്മയുള്ളവനാണ്. സ്തോത്രം. കണ്ണിൻമണി പോലെ നമ്മെ കാക്കുന്ന ദൈവം. സ്തോത്രം. അന്ത്യം വരെ വഴുതാതെ വണ്ണം. സ്തോത്രം. അവന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നമ്മെ നിർത്തുന്ന തമ്പുരാൻ ഇന്ന് രാത്രിക്കാലം നമ്മുടെ ഭക്തിയുണ്ട്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അല്പസമയം കൂടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ഇന്ന് രാത്രികാലത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ഉൽപ്പത്തി പുസ്തകം. ദൈവൻ നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. സ്തോത്രം. മതി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം നാം വായിക്കുമ്പോൾ അതിൻ്റെ ആന്തരികമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഭൂലോകത്തിലെങ്ങും ദൈവം മഴ പെയ്യിപ്പിക്കുവാനൊക്കെ ഇടയായി. 40 രാവും 40 പകലും ആമേൻ അല്പം പോലും തോരാതെ വണ്ണം ഭൂമിയിൽ മഴ പെയ്യുവാനിടയായി. സ്തോത്രം. നോഹയും തൻ്റെ കുടുംബവും ഒഴിച്ച് ബാക്കി ഭൂമിയിൽ ശേഷിച്ചിരുന്ന സകല ജീവജാലങ്ങളും ചത്തൊടുങ്ങത്തക്കവണ്ണം ഏകദേശം 150 ദിവസം ഭൂമിയിൽ വെള്ളം പൊങ്ങിക്കൊണ്ടേയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു കാര്യം നാം മറന്നു പോകരുത്. സ്തോത്രം. ഒരു റൂമിൽ നമ്മളെ ആക്കി. സ്തോത്രം. ആ റൂമിൽ നിന്ന് സ്തോത്രം വെളിയിൽ ഇറങ്ങാൻ നമുക്ക് പറ്റത്തില്ല. ആ റൂമിനൊരു ജനൽ മാത്രം കൊടുത്തിട്ടുണ്ട്. അതും ഫിക്സഡ്. ആ സ്തോത്രം. വെളിയിലോട്ടിങ്ങനെ നോക്കുമ്പോൾ ആകെ കൂടെ കാണാൻ കഴിയുന്നത് ജലപ്പരപ്പ് മാത്രം. സ്തോത്രം. നോഹയും തൻ്റെ കുടുംബവും ആ ജീവജന്തുക്കളും സ്തോത്രം 370 ദിവസം പ്രൈസ് ലോർഡ് വേദപുസ്തക പണ്ഡിതന്മാരുടെ കണക്കനുസരിച്ച് പെട്ടകത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. സ്തോത്രം. കൃപ ലഭിച്ചവൻ്റെ പ്രവർത്തികളെല്ലാം ദൈവം സാധിപ്പിച്ചു കൊടുത്തു. സ്തോത്രം. നോഹയ്ക്ക് കൃപ ലഭിക്കുവാനുള്ള കാരണം എന്തായിരുന്നു? നോഹ നിഷ്കളങ്കനും. ആ വാക്യം അറിയാവുന്നവരെടുത്ത് വായിച്ചായിട്ട്. സ്തോത്രം. 6-ാം അധ്യായത്തിൽ നോഹ നീതിമാനായിരുന്നു. തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. അതുകൊണ്ടാണ് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ദുഷ്ടത കണ്ടിട്ട് ദൈവം തമ്പുരാൻ മടുത്തിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഭൂലോകത്തെ ഒക്കെയും നശിപ്പിക്കുവാനുള്ള തീരുമാനമെടുത്തു. ആ കാലത്ത് ജീവിച്ചിരുന്നവരിൽ ഒരു കുടുംബം മാത്രമേ നീതിമാന്മാരായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. സ്തോത്രം. 370 ദിവസത്തോളം പെട്ടകത്തിന് ഉള്ളിൽ അവർ കഴിഞ്ഞു. സ്തോത്രം. ഈ 370-ാം ദിവസം ദൈവം നോഹയെക്കുറിച്ച് ഓർത്തു. നോഹയെയും തൻ്റെ കുടുംബത്തെയും ഓർത്തു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഭൂമിയിൽ വെള്ളം താഴുവാൻ ദൈവം കൽപ്പിച്ചു. സ്തോത്രം. ക്രമേണ വെള്ളം താഴ്ന്നു തുടങ്ങി. അങ്ങനെ ആമേൻ. സ്തോത്രം. അരാരത്ത് പർവ്വതത്തിൽ ആമേൻ പെട്ടകം ഉറച്ചു. സ്തോത്രം. വെള്ളം താഴുവാൻ ദൈവം എന്ത് ചെയ്തു? ഒരു കൊടുങ്കാറ്റടിപ്പിച്ചു. സ്തോത്രം. രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, എൻ്റെയും നിൻ്റെയും വിഷയങ്ങളെ സാധിപ്പിക്കുവാൻ ഒരു ഉണങ്ങിയ നില കാണുവാൻ കഴിയാതെ സ്തോത്രം കാഴ്ച വെട്ടുവാൻ
ആമേൻ പാകമായ ഒരു നിലം കാണുവാൻ കഴിയാതെ, ആമേൻ ഒരു സമൃദ്ധിയുടെ അനുഭവം പ്രാപിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതലേ, നോഹയെ ഓർത്ത ദൈവം ഇന്ന് നിന്നെയും ഓർക്കുവാൻ മതിയായവനാണ്. നിന്റെ അവസ്ഥകൾക്കൊക്കെയും മാറ്റം തന്ന് നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ളവനാണ് എൻ്റെയും നിൻ്റെയും ദൈവം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോഹ പെട്ടകത്തിന് പുറത്ത് വന്നു. ദൈവം നോഹയോട് പറഞ്ഞു, നീ നിൻ്റെ കുടുംബവും പെട്ടകത്തിൽ നിന്ന് പുറത്തു വരാൻ. അതിനു മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. സ്തോത്രം. ദൈവം കാക്കയെ വിടുന്നു, കാക്ക തിരിച്ചു വരുന്നില്ല. പ്രാവിനെ വിടുന്നു, സ്തോത്രം. പ്രാവ് ആദ്യം തിരിച്ചു വന്നു, പിന്നെ രണ്ടാമത് വിട്ടപ്പോൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം, പിന്നെ അതും തിരിച്ചു വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ സ്തോത്രം നോഹയ്ക്കും കുടുംബത്തിനും കാണത്തക്കവണ്ണം ഉണങ്ങിയ നിലം ഉണ്ടായി. അതിനുശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ പുറത്തിറങ്ങുവിൻ. സ്തോത്രം. പുറത്തിറങ്ങിയ നോഹയും കുടുംബവും ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? ഉണങ്ങിയ നിലത്ത് അവർ ചവിട്ടിയ സ്തോത്രം. ആ സമയം തന്നെ അവരെ പുറത്തു കൊണ്ടുവന്ന 370 ദിവസത്തെ തടവിന് ശേഷം അവരെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന് അവർ യാഗപീഠം പണിതു. എൻ്റെ ദൈവമക്കളെ സ്തോത്രം, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ കർത്താവ് കൊടുങ്കാറ്റടിപ്പിച്ച് നിൻ്റെയും എൻ്റെയും വിഷയത്തിന്മേൽ വിടുതൽ തരുമ്പോൾ ഹല്ലേലൂയ ആദ്യം അവന് വേണ്ടി യാഗപീഠം പണിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രികാലം നാം വായിച്ചല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. 115 സങ്കീർത്തനത്തിന്റെ 12 വാക്യം ഒന്ന് വായിച്ചാട്ട്, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. സ്തോത്രം. യഹോവ നമ്മെ ഓർക്കത്തക്കവണ്ണം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപ ലഭിച്ചവരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം, നീതിമാന്മാരായിരിക്കണം. സ്തോത്രം. 105 സങ്കീർത്തനം അതിൻ്റെ 8 വാക്യത്തിൽ അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളം ഓർക്കുന്ന ദൈവമാ. സ്തോത്രം. ആമേൻ. 31 രാവിലെ സമയം നമ്മൾ വായിച്ചല്ലോ. ആവർത്തന പുസ്തകം 28 അധ്യായം അതിൻ്റെ 1 വാക്യം വായിച്ചാട്ട്, 1-2 വാക്യം വായിച്ചാട്ട്, നീ ശ്രദ്ധയോടെ കേട്ട്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കും. അവൻ നിന്നെ അനുഗ്രഹിക്കും. പുതിയ നിയമ ഇസ്രായേലേ, അവൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത വർഗമേ, അവൻ നിന്നെ അനുഗ്രഹിക്കും. ചെറിയവരും വലിയവരുമായ അവൻ്റെ ഭക്തന്മാരെ അവൻ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ആവശ്യമായ ആഹാരം അവൻ നിങ്ങൾക്ക് തരും. വായിച്ചാട്ട് 105 സങ്കീർത്തനം 8 വാക്യം ഒന്ന് വായിച്ചാട്ട്, 111 സങ്കീർത്തനം 5 വാക്യം വായിച്ചാട്ട്, തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു, അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. അവൻ്റെ നിയമത്തെ അവൻ മറന്നു കളയുന്ന ദൈവമല്ല. സ്തോത്രം. ആമേൻ. ദൈവവും നാമും തമ്മിൽ ഉണ്ടാക്കിയ നിയമം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അതവൻ മറന്നു കളയുന്ന ദൈവമല്ല. ദൈവകൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കുന്ന ഒരു ഭക്തൻ ആവശ്യമായ ആഹാരം കൊടുപ്പാൻ അവൻ മതിയായവനായ ദൈവമാണ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 29 വാക്യം വായിക്കുമ്പോൾ,
പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ദൈവം അബ്രഹാമിനെ ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശം. ഹല്ലേലൂയ. നിന്നെ മാത്രമല്ല, നിന്റെ ബന്ധുമിത്രാദികളെ, നിന്റെ ചാർച്ചക്കാരെ ഒക്കെയും നീ മുഖാന്തരം ദൈവം ഓർക്കുന്ന ദൈവമാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സോദോം ഗോമോറയിലേക്ക് ദൈവം തീയിറക്കുന്നതിന് മുമ്പ് ദൂതന്മാരെ അയച്ച് ലോത്തിനെയും തന്റെ കുടുംബത്തെയും അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പട്ടണത്തിന് പുറത്താക്കി ഓടിക്കോളാൻ പറഞ്ഞു. സ്തോത്രം. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, സ്തോത്രം. ഞാനും നീയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അവൻ നിശ്ചയമായും മറുപടി തരും. അവൻ നമ്മെ ഓർക്കും. നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, നിന്റെ ഭർത്താവിന് വേണ്ടി, നിന്റെ കുഞ്ഞിൻ്റെ വിടുതലിന് വേണ്ടി, യഥാസ്ഥാനത്തിന് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിശ്ചയമായും ദൈവം അവരെ വിടുവിക്കും. സോദോം ഗോമോറയെ തീയിറക്കി നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ആമേൻ അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെയും കുടുംബത്തെയും വിടുവിച്ചതുപോലെ എന്നെയും നിന്നെയും ഓർത്ത് ആമേൻ രക്ഷിക്കപ്പെടുവാനുള്ള നിന്റെ കുടുംബാംഗങ്ങളെല്ലാം വിടുവിപ്പാൻ മതിയായവനായ ദൈവമാണ് എന്റെയും നിന്റെയും ദൈവം. ഒറ്റ ദിവസം പോലും വിടാതെ സ്തോത്രം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. സ്തോത്രം. കർത്താവേ, നീ ഇവരെ വിടുവിക്കണമേ, ഇവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ, നിത്യനരകത്തിൽ പെട്ടുപോകുവാൻ നീ അനുവദിക്കരുതേ. ദൈവമക്കളെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം. ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചേക്കുക. സ്തോത്രം. ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരാക്കി നമ്മെ ഓരോരുത്തരെയും ആമേൻ ദൈവം വെച്ചിരിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ ഉറക്കെ വിളിക്കാം, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി യാക്കോബ് ഗ്രഹത്തിന് അവന്റെ പാപങ്ങളെയും അറിയിക്കണം. സ്തോത്രം. മസ്കറ്റി പെന്തക്കോസുകാരനും നാട്ടി മാർത്തോമാക്കാരനും ആകരുത്. സ്തോത്രം. മസ്കറ്റിൽ വിശ്വാസിയും നാട്ടിൽ അവിശ്വാസിയുമാകുവാൻ ഒരിക്കലും നീ പോകരുത്. സ്തോത്രം. ആമേൻ. സ്തോത്രം. യെഹെസ്കേലിനോട് ദൈവം പറയുകയാണ്, സ്തോത്രം, അവരുടെ നോട്ടം കണ്ട് നീ ഭ്രമിക്കരുത്. സ്തോത്രം. അവർ മത്സരഗ്രഹമല്ലോ, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ അവരോട് വായിച്ചാട്ടെ. യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായം 10-ാം വാക്യം തോന്നുന്നു. മനുഷ്യപുത്ര, ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങളൊക്കെയും ചെവിക്കൊണ്ട് കേട്ട് ഹൃദയത്തിൽ കൈക്കൊള്ളുക. നീ നിന്റെ ജനത്തിൻ പുത്രന്മാരായ പ്രവാസികളുടെ അടുക്കൽ ചെന്ന് അവർ കേട്ടാലും എവിടെ ആയിരിക്കുന്നത്? ജനത്തിൻ പുത്രന്മാരായ പ്രവാസത്തിലായിരിക്കുക. സ്തോത്രം. എന്നിട്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ മനസ്സില്ലാത്ത ഒരു ജനം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. വായിച്ചാട്ട് അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും അവരോട് സംസാരിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറക. അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, നീ അവരോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞതിന് ശേഷവും അവർ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ അവർ തങ്ങളുടെ അകൃത്യത്തിൽ മരിക്കും. സ്തോത്രം. എന്നാൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് നീ അവരോട് ദൈവത്തിൻ്റെ വചനം പറയാതെ ഇരുന്നാൽ അവർ അവരുടെ അകൃത്യത്തിൽ മരിക്കും, അവരുടെ രക്തത്തിൻ്റെ ആമേൻ. സ്തോത്രം. നിന്നോട് ചോദിക്കും, എന്നോട് ചോദിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
പെന്തക്കോസ്തുകാരെ നമ്മൾ വളരെ സൂക്ഷിച്ചോണം. സ്തോത്രം. നമ്മുടെ സ്തോത്രം ബന്ധുമിത്രാദികളോട് സാമ്യതയുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യണം. അവർ ഒരുപക്ഷെ നമ്മളോട് കയർത്തു എന്ന് വരാം. ആമേൻ. സ്തോത്രം. നമ്മളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞെന്ന് വരാം. സ്തോത്രം. പ്രൈസ് ലോർഡ്. അതൊന്നും ഓർത്ത് നമ്മൾ മടുത്തു പോകരുത്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ വചനം അവരോട് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. ദൈവം ഒരു ദിവസം അവരെ വിടുവിക്കും. സ്തോത്രം. എന്നെയും നിന്നെയും ഓർത്തവനായ ദൈവം പാപികളും ദോഷികളുമായിരുന്ന നമ്മെ ചേറ്റുകുഴിയിലായിരുന്ന നമ്മെ തേടി വന്നവനായ ദൈവം, സ്തോത്രം, നമ്മെ ഓർത്ത് അവൻ്റെ മാറോട് ചേർത്തണച്ച് നമ്മുടെ പാപക്കരകളെ കഴുകിക്കളഞ്ഞവനായ ദൈവം നമുക്കുള്ളവരെയും വിടുവിപ്പാൻ മതിയായവനായ ദൈവമാണ്. സ്തോത്രം. ചേറ്റിലല്ലയോ കിടന്നതോർത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. മാറ്റമല്ലയോ വമിച്ചത് ജീവിതമേ, ചേറ്റിലല്ലയോ കിടന്നതോർത്ത് നോക്കിയ മാറ്റമല്ലയോ ഭവിച്ച. എല്ലാവരും ചേർന്ന് പാടിയാട്ട്. ജീവിതം മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാത്തതിന്റെ കൃപയാ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാത്തതിന്റെ കൃപയാ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്തൈസനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്തൈസനെ. പാപശാപ രോഗമായതെന്റെ ഭീതി നാശകർത്തത്തിൽ മരിക്കുന്നേ. രോഗമായതെന്റെ ഭീതിയാ നാശകർത്തത്തിൽ മരിക്കുന്നേ. പണിച്ചിടാൻ എനിക്കെന്നെ നാവ് പോരായേ, എന്നെ തീർത്തിടാവോ അവൻ ചെയ്തത്. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എന്നെ തീർത്തിടാവോ അവൻ ചെയ്തത്. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദ ഹസ്തങ്ങളെ ഉയർത്തി. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദ ഹസ്തങ്ങളെ ഉയർത്തി. വാഴ്ത്തി സ്തുതിക്കുമെന്ന് ഞാൻ എന്റെ താഴ്ചയിലോ. ആലോചനകള് ഈ രാത്രികാലം കേൾപ്പോത്തക്കവണ്ണം കർത്താവിടെ ആകിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കേട്ട ദൈവത്തിന്റെ വചനത്തിലും നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മെ ഓർക്കുന്ന ദൈവ രോഗിയെയും തന്റെ കുടുംബത്തെയും സ്വാമീൻ പെട്ടകത്തിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളെയും ഓർത്തവനായ കർത്താവ്, അബ്രഹാമിനെ ഓർത്ത ലോത്തിനെയും കുടുംബത്തെയും വിടുവിച്ചവനായ കർത്താവ് ഈ രാത്രികാലം നമ്മെയും ഓർത്ത് നമ്മുടെ വിഷയങ്ങൾ മേലൊക്കെയും മറുപടി നമ്മെ മാനിക്കുന്ന കർത്താവ്, ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചോട് ഇന്നലെ രാത്രികാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയുടെ ആരംഭം മുതൽ ഈ സമയം വരെയും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ കർത്താവ് ഞങ്ങളെ മറച്ചതിനാൽ സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. നല്ല സങ്കീർത്തനത്തെ ഞങ്ങൾക്ക് തന്നു, നല്ല പാട്ടുകളെ പാടി ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. നല്ല സാക്ഷ്യങ്ങളെ ഞങ്ങളോട് കേൾപ്പിച്ചു കർത്താവേ. പ്രാർത്ഥനാ വിഷയം ആമേൻ, ഹല്ലേലൂയ ആവശ്യപ്പെട്ടിട്ടുള്ള ആമേൻ സകല പ്രാർത്ഥനകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥന
പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ നാളുകളിൽ തന്നെ അതിനൊരു മറുപടി കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീട്ടിയ സ്തോത്ര കാഴ്ചയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളം പ്രതിഫലം കൊടുത്ത് കർത്താവ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അവസാനമായി ദൈവവചനം ഞങ്ങളോട് ഷെയർ ചെയ്ത ദൈവദാസനെ ദൈവങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ബലത്തോടെ നിർത്തണമേ. ആമേൻ. ആരോഗ്യത്തോടെ കർത്താവ് നിർത്തണമേ. ആ കുടുംബത്തെ കർത്താവ് മാനിച്ച് അനുഗ്രഹിക്കണമേ. തലമുറകളെ ദൈവവരങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായി ബ്ലസ് ചെയ്യണമേ. ആമേൻ. ഇന്ന് ഞങ്ങൾ കേട്ട ഹല്ലേലൂയ ദൈവശബ്ദം പോലെ നോഹയെ ഓർത്ത ഒരു ദൈവം. ഓ ജീസസ്, ഹല്ലേലൂയ. കർത്താവേ, ഈ രാത്രികാലം ഞങ്ങളോടുള്ള പ്രോമിസ്, ഞങ്ങളോടുള്ള ദൈവിക ആലോചനകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കർത്താവ് ഓർക്കുന്ന ഒരു ദൈവമാണ്. അവൻ മറന്നു കളയുന്ന ദൈവമല്ല. ഞങ്ങളോടുള്ള ദൈവിക ആലോചനകൾ ആമേൻ സ്വർഗം ഓർക്കുന്ന ഒരു ദൈവമാണ്. ആമേൻ. ഞങ്ങൾ നിഷ്കളങ്കതയിൽ നടക്കുമ്പോൾ, നേരോടെ നടക്കുമ്പോൾ, ഒരു ദൈവഭക്തനായി ഞങ്ങൾ നടക്കുമ്പോൾ ആമേൻ ഞങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളോട് പറഞ്ഞ ആലോചനകൾ പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഈ രാത്രികാലം ആമേൻ ഞങ്ങൾ അത് ഏറ്റെടുക്കുന്നത് മൂലം, ആമേൻ അബ്രഹാം അതനുസരിച്ചത് മൂലം ആ ലോത്തിന് വിടുതലായതുപോലെ ആമേൻ ഹല്ലേലൂയ അപ്പാ ഞങ്ങളെ ഓർക്കുന്നത് മൂലം ഞങ്ങളുടെ കുടുംബത്തെ ആമേൻ വിടുവിക്കുന്ന ഒരു ദൈവം, ഞങ്ങളുടെ ചാർച്ചക്കാരെ വിടുവിക്കുന്ന ഒരു ദൈവം. ആമേൻ. ഈ ദൈവത്തെ സേവിപ്പാൻ, ആമേൻ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കിയ ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പാ ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ. കൂടി വന്ന സകല ജനത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു. പിരിയാത്ത ദൈവ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണം. യാത്രയിലെല്ലാം ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണം. ആമേൻ. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. രാത്രികാലം ഞാൻ ദൈവത്തെ സ്തുതിക്കാം. സകല ബുദ്ധിയെങ്കിലും ദൈവത്തിന്റെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കടന്നുഭോജനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വന്നേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട ദൈവങ്ങളുടെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. നമുക്ക് സമാധാനത്തോടെ